ശശി തരൂരിന്റെ ലീഡ് 10,410 കടത്തിയിരിക്കുന്നു. 10,463. ആലത്തൂരിൽ LDF-ന്റെ ലീഡ് 21,435. നോക്കൂ, ഇനി ഈ 10,463 തിരിച്ചുപിടിക്കുക അത്രമേൽ ദുഷ്കരമാണ്. ശശി തരൂരിന്റെ ഭൂരിപക്ഷം, ശശി തരൂരിന്റെ ലീഡ് നിലവിൽ 10,463 ഒരിക്കൽ കൂടി 10,463 ഏറെക്കുറെ അസാധ്യമാണ്. മത്സരമുണ്ട്, ശക്തമായ മത്സരം. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ലീഡ് 2,22,219. പാലക്കാട് UDF-ന്റെ ലീഡ് 72,165. കൊല്ലത്ത് NK പ്രേമേന്ദ്രന്റെ ലീഡ് 1,07,197. പത്തനംതിട്ടയിലെ UDF-ന്റെ ആന്റോ ആന്റണിയുടെ ലീഡ് 37,822 എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ബെന്നി ബെഹന്നാന്റെ ലീഡ് 50,845 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ നില. ആലത്തൂരിൽ LDF-ന്റെ ലീഡ് 21,435. അവിടെ സരസ്വ ടീച്ചർ വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിക്കുമായിരുന്നു. അവിടെ 40,000-ലധികം വോട്ടുകൾ സരസ്വ ടീച്ചർ പിടിച്ചു. ആ സരസ്വ ടീച്ചർ പിടിച്ച വോട്ട് രമ്യ ഹരിദാസിന്റെ വോട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസ് പരാജയപ്പെടുന്നത്. അതല്ലെങ്കിൽ കേരളത്തിൽ ഒരു പക്ഷേ LDF സംപൂജ്യമാകുമായിരുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിലെ RJD കൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ആകെ സ്ഥിതി മാറുമായിരുന്നു. പക്ഷേ RJD-യുടെ പ്രകടനം വെറും 3 സീറ്റുകളിൽ മാത്രമായിരുന്നു. 26 സീറ്റിൽ മത്സരിച്ചു. അതായത് 26 സീറ്റിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? അതായത് കുടുംബം അല്ലെ, ഒരു 4-5 മകൾ എന്ന് പറയുന്ന ഒരു സെന്റിമെന്റ്സ് പോലും. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് 11,815 ഉയർന്നിരിക്കുന്നു. അതായത് തിരുവനന്തപുരത്ത് ചെറിയ 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 തിരമാലകൾ കരുത്തുറ്റുള്ള തിരമാലകളായി മാറി ശശി തരൂരിനെ തഴുകിക്കൊണ്ടിരിക്കുന്നു. ശശി തരൂർ 11,815 ലീഡ് നിലയിലെത്തുന്നു. ഓരോ ഘട്ടത്തിലും ശശി തരൂർ അവസാന ഘട്ടം അവിസ്മരണീയമായ മുന്നേറ്റം രാജഗോപാലിനെ പരാജയപ്പെടുത്തി ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുകയാണ്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയാകെ തരൂർ എന്ന വിശ്വപൗരനെ കൈവിട്ടിട്ടില്ല. തരൂരിൽ വിശ്വാസം അർപ്പിക്കുന്നു. തരൂർ നടത്തിയ പോരാട്ടങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ടെക്നോക്രാറ്റിക് മന്ത്രി എന്ന് പറയുന്ന ആശയത്തെ പിന്തുടരുകയും വിശ്വപൗരന്റെ നയതന്ത്രത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ലീഡ് 3 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം നരേന്ദ്രമോദി ലക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ടുകയാണ്. വാരണാസിയിൽ 3 ലക്ഷം പിന്നിട്ടിരിക്കുന്നു. ഇത് മോദിക്കെതിരെയുള്ള തരംഗം, മോദിക്കെതിരെയുള്ള മുന്നറിയിപ്പ്, BJP-ക്കെതിരെയുള്ള മുന്നറിയിപ്പ്. ഇപ്പോൾ നമ്മൾ ടാലി നോക്കും, 298-ഉം 225-ഉമാണ്. നിസ്സംശയം മോദി അധികാരത്തിൽ വരും. പക്ഷേ മോദി അധികാരത്തിൽ വരുമ്പോൾ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയായിരിക്കും. ശക്തമായ പ്രതിപക്ഷം ഇന്ത്യയിൽ ഉണ്ടാവും. ഇന്ത്യയുടെ ഉയിർപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പത്തനംതിട്ടയിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ വോട്ടെണ്ണൽ ഇനിയും കുറെ ബാക്കിയുണ്ട് എന്നുള്ളതാട്ടോ. ഏതാണ്ട് 2 ലക്ഷം വോട്ടാണ് ആന്റോ ആന്റണി കിട്ടിയിട്ടുള്ളത്. തോമസ് ഐസക്കിന് 1.5 ലക്ഷം, 3.5 ലക്ഷം, പിന്നെയുള്ളത് അനിൽ ആന്റണിയുടെ 1 ലക്ഷം. അപ്പോൾ ആകെ 4.5 ലക്ഷം വോട്ടേ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 4.5 ലക്ഷം ബാക്കി. അതുകൊണ്ട് പത്തനംതിട്ടയിലും ഉറപ്പിക്കാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2,22,219 ഉയർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഒരു മിന്നുന്ന പ്രഭാവത്തോടു കൂടി ജയിച്ചു വരികയാണ്. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം റായ്ബറേലി ആയിരിക്കും രാഹുൽ ഗാന്ധി നിലനിർത്തുക. അങ്ങനെയാണെങ്കിൽ വയനാട് വിട്ടൊഴിയേണ്ടി വരും. അവിടെ